ഒരു ഡയറക്ടറുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? ഒരു സിനിമയുടെ ആദ്യഘട്ട ചർച്ചകളിൽ തുടങ്ങി ആ സിനിമ വിതരണം ചെയ്ത് തിയേറ്ററുകളിൽ എത്തുന്നതുവരെ ആ സിനിമയുടെ ഓൾ ഇൻ ഓളായി പ്രവർത്തിക്കുന്നയാളാണ് സംവിധായകൻ. കാര്യപ്രാപ്തിയും നിശ്ചയദാർഢ്യവും എല്ലാത്തിനുമുപരി താൻ എന്താണ് ചെയ്യുന്നത് എന്ന വ്യക്തമായ ബോധ്യവും ഒരു ഡയറക്ടർക്ക് ഉണ്ടായിരിക്കണം. ഒരു ദിവസം ഷൂട്ട് ചെയ്യേണ്ട സീനിൽ ടെക്നിക്കൽ വശങ്ങളിലും അഭിനയത്തിന്റെ അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് വശങ്ങളിലും അവസാന വാക്ക് സംവിധായകൻ്റെതാണ്. ചില സംവിധായകർ സ്ക്രിപ്റ്റിൽ മാറ്റങ്ങൾ വരുത്താറുണ്ട്, ചിലർ വരുത്താറില്ല. അതിൽ തന്നെ നല്ല രീതിയിൽ മാറ്റങ്ങൾ വരുത്തുന്നവരുമുണ്ട്, അല്ലാത്തവരുമുണ്ട്. സിനിമയെ പറ്റി കൃത്യമായ വിഷൻ ഉണ്ടായിരിക്കണം, അതിൻ്റെ വിഷ്വൽ സ്റ്റൈലും മറ്റും. അത് പ്ലാൻ ചെയ്തത് നഷ്ടപ്പെടാതെ ഷൂട്ടിംഗ് മുന്നോട്ട് കൊണ്ടുപോകണം. ക്രൂ മെമ്പേഴ്സിന് ചുമതലകൾ ഏൽപ്പിക്കുകയും അഭിനേതാക്കളെ കൃത്യമായി ചൂസ് ചെയ്യുകയും വേണം. പ്രൊഡക്ഷൻ ഡിസൈൻ, കോസ്റ്റ്യൂം, ലൊക്കേഷൻ, ലൈറ്റിംഗ് ഇവയിലെല്ലാം കൃത്യമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കണം. ആക്ടേഴ്സിനെ തിരഞ്ഞെടുത്താൽ മാത്രം പോരാ, അവർക്ക് കൃത്യമായ ഗൈഡൻസ് കൊടുക്കണം. ക്യാമറ ആംഗിൾസിലും ഒരു ഷോട്ട് കമ്പോസ് ചെയ്യുമ്പോഴും തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കണം. ഷെഡ്യൂൾ ചെയ്ത സമയത്ത് ഷൂട്ട് തീരുന്നുണ്ടോ എന്നത് ശ്രദ്ധിക്കണം. മുൻകൂട്ടി നിശ്ചയിച്ച ബഡ്ജറ്റിൽ ഷൂട്ട് തീർക്കാൻ സാധിക്കുന്നത് പ്രശംസ അർഹിക്കുന്ന കാര്യമാണ്. ഷൂട്ടിന് ശേഷം എഡിറ്റർക്ക് കൃത്യമായ ഗൈഡൻസ് കൊടുത്ത് തൻ്റെ വിഷനിലുള്ള ഒരു ഫൈനൽ കട്ട് ഉണ്ടാക്കിയെടുക്കണം. സംവിധാനം വിവരമുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള പണിയാണെന്നാണ് പച്ചാളം ബാസി പറഞ്ഞിട്ടുള്ളത്. മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള നിശ്ചയദാർഢ്യവും കോൺഫിഡൻസും പിന്നെ ഫിലിം മേക്കിങ്ങിൽ അറിവുമുണ്ടെങ്കിൽ സംവിധാനം ചെയ്യാനുള്ള വിവരമെല്ലാം താനേ വരും.